ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന റൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞങ്ങൾ മൺസൂൺ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇന്ന് നല്ലതാ, പുറത്തല്ല സൂപ്പർ മഴയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്ന് നേരെ സൂ കാണണോ? ആൻസിക്ക് തൃശ്ശൂർ സൂ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉണ്ടോന്ന് ഇന്ന് ചൊവ്വാഴ്ച സൂ ഉണ്ടാവും. അപ്പൊ നമുക്ക് സൂ ഉണ്ടോന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സൂ കാണും. സൂ കണ്ടിട്ട് നമ്മൾ നേരെ മൂന്നാർ കയറും. മൂന്നാർ കയറിയിട്ടാണ് ഇന്ന് നമ്മൾ എന്നിട്ട് മൂന്നാർ നമ്മൾ സ്റ്റേ ചെയ്യും. എന്നിട്ട് നമ്മൾ നാളെ മൂന്നാറിൽ നിന്ന് മെല്ലെ പോകും അല്ലേ? അപ്പൊ ഈ ടീം എവിടെ നിൽക്കണമെന്ന് കണ്ടോ? ഇതുണ്ടോ? ഭയങ്കര സംഭവമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. അപ്പോൾ അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കാരണം മഴയെ നോക്കി നിന്നാൽ ഇനി നമുക്ക് കാര്യം നടക്കില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഒന്ന് കഴുകി കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്, അല്ലേ ആൻസി? നമ്മൾ ശരിക്കും ഇവരെ ഹോട്ടലുകാരുടെ പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങറ്റത്താണ് ഹോട്ടൽ വരുന്നത്, വടക്കാഞ്ചേരിയിൽ. അപ്പോൾ അവിടുന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്നെങ്കിൽ പാർക്ക് ചെയ്യൽ നടക്കും. ഇപ്പോൾ സെൻട്രൽ ലോക്കിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറന്നു കൊടുത്തെങ്കിലേ ഇവർക്ക് കയറാൻ പറ്റുള്ളൂ. ഹലോ, പോവാ നമുക്ക്? എന്നാ ബാ. അങ്ങനെ ഞങ്ങൾ വന്ന് വണ്ടിയിൽ കയറിട്ടോ. ഇനി നമുക്ക് പോവാം. നമ്മൾ ഹോട്ടലിന്റെ മുതലാളി വന്ന് കുറേ നേരം സംസാരിച്ചു. ചേട്ടൻ ഇങ്ങനെ സർജറിനെ പറ്റിയും ഒക്കെ, ചേട്ടനൊരു സർജറി ചെയ്തതാണ്, അതൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. നമുക്കിനി പോവാം. അങ്ങനെ മഴ തുടങ്ങി കേട്ടോ. രാവിലെ ഞങ്ങൾ മൺസൂൺ എക്സ്പെഡിഷൻ എന്നും പറഞ്ഞ് ഇറങ്ങിയതുകൊണ്ടാന്ന് തോന്നുന്നു മഴ രാവിലെ തുടങ്ങി. പക്ഷെ ഇവിടത്തേക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ചൂടുമുണ്ട്. നമ്മുടെ വയനാട്ടിലെ ഒരു ക്ലൈമറ്റ് അല്ല കേട്ടോ. ചെറിയൊരു ചൂടുമുണ്ട്, ചെറിയൊരു തണുപ്പ്, അങ്ങനെ ഒരു രീതിയിൽ നിന്ന് പോകുന്നത്. മഴ പെയ്യുമ്പോൾ മാത്രമാണ് തണുപ്പുള്ളൂ. പിന്നെ യാത്ര ചെയ്യാൻ മഴക്കാലം നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെ കാണാന്ന് വെച്ചാൽ അതൊരു റിസ്ക് തന്നെയാണ്. ഞങ്ങൾ പക്ഷെ ഇറങ്ങിയിട്ടാണ് പോകുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഇപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് പോവാം, സൂ കണ്ടിട്ട് പോകാവേ. അങ്ങനെ വന്നു ആശാൻ പരിപാടി തുടങ്ങി കേട്ടോ. പൊറോട്ടയല്ലേ? ആ, ഇനി വയനാട് കേരളം വിട്ട് കഴിഞ്ഞാലേ വയനാട് ഇപ്പോഴും വരുന്നത്. കേരളം വിട്ട് കഴിഞ്ഞാലേ പൊറോട്ട ഒന്നും കിട്ടില്ല. നമ്മുടെ പൊറോട്ട കിട്ടില്ല എന്നാ ഉദ്ദേശിച്ചത്. ആൻസി, ഇതെന്താ സാധനം? ആൻസി ചെറിയ സാധനം ഒന്നും കഴിച്ചാൽ പറ്റൂല കേട്ടോ. ചൂടങ്ങനെ പൊന്തണ്. വയറിന് കേടാണോ? ഏയ് ഇല്ലെന്നേ. ഈ പൊറോട്ടനെ മാത്രം തള്ളി പറയരുത് ആൻസി. അപ്പൊ അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ മഴയത്ത് നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറി, ഒരു രക്ഷയില്ല, വല്ലാത്ത ഫീല. ഞാൻ മുട്ട റോസ്റ്റ് ഉദ്ദേശിച്ച കയറിയത്, പക്ഷെ മുട്ട റോസ്റ്റ് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ നമ്മള് വേറെ പോകാൻ നിന്നില്ല, കാരണം കൊച്ചിന് ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നു അല്ലേ? ഒന്നും തിന്നില്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. ആ, ലഡാക്ക് കൊണ്ടുപോകുന്നില്ല കൊച്ചിനെ, വീട്ടിൽ വിടുക. അപ്പൊ ഇനി എല്ലാം കഴിച്ചോളൂ. മൈക്ക് പിടിച്ച എന്താ പരിപാടി? അപ്പൊ എന്തായാലും പുറത്ത് നല്ല സൂപ്പർ മഴ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ സൂയിലേക്ക് പോവാം. തൃശ്ശൂർ സൂ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് ഇല്ലായിരുന്നു അല്ലെ? അന്ന് തിങ്കളാഴ്ച വന്നു, തിങ്കളാഴ്ച ഇല്ല. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് തൃശ്ശൂർ സൂ കണ്ടിട്ട് വേണം പോവാൻ. നമുക്ക് നേരെ പോകാം. ഞാൻ ചായക്കട ഞങ്ങള് ചായക്കട ഒന്ന് കാണിച്ചു തരാം. വടക്കാഞ്ചേരിന്ന് തൃശ്ശൂർ പോണ റൂട്ടിലാട്ടോ, ഒന്ന് കാണിച്ചു. ഇതാട്ടോ ഹോട്ടല്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ക്വാളിറ്റി ബേസ് സൂപ്പർ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതുണ്ടോ, മഴ നല്ല കനത്ത് പെയ്തതിന്റെ ഒരു ഇത് കണ്ടോ? റോഡ് മൊത്തം നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. വണ്ടിയിലേക്ക് കേറാൻ പോയപ്പോഴും നല്ല മഴയായിരുന്നേ. പക്ഷെ കേറി കഴിഞ്ഞ മഴ പോയി. ജസ്റ്റ് ഒന്ന് കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മഴ. അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മുടെ തൃശ്ശൂർ സൂവിന്റെ മുമ്പിലേക്ക് ഇത് പാർക്കിംഗ് ഏരിയ എന്നാന്ന് തോന്നുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാ. ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. ആ കൊച്ചിരി, അതാണ് ഒന്നും കഴിക്കാതെ. അതാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അത് ഉണങ്ങി പൊക്കോളും. അങ്ങനെ ഞങ്ങൾക്ക് പണി കിട്ടിട്ടോ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ ഇവിടെ വർക്കാവില്ല. എടുക്കില്ല.
ഞങ്ങൾ പുറത്ത് പോയിട്ട് കുഞ്ഞാറ്റയ്ക്ക് സ്ലേറ്റ് മേടിച്ചു. ആ ചേച്ചിൻ്റെ പൈസ ആ ചേച്ചിക്ക് ഗൂഗിൾ പേ എടുത്തു. ആ ചേച്ചി 40 രൂപ തന്നു കേട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞു ഇത് കളക്ടറിന്റെ കീഴിലുള്ളതായതുകൊണ്ട് ഒരു അക്കൗണ്ടിലേക്ക് മാത്രമാണ് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമുക്ക് മൃഗങ്ങളെ കാണാം. തത്ത കറക്റ്റ് കാണുന്നില്ല. തത്ത കുഞ്ഞാറ്റിന്റെ കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് അധികം നെറ്റുകൾ. സ്ലൈറ്റ് കാണിച്ചു കൊടുക്കുക. ABCD പഠിക്കുന്ന ഇതെന്താന്നറിയോ? നല്ല ചെമ്പകത്തിന്റെ മരമാണേ. ഇതുണ്ടോ കറക്റ്റ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. നടന്നൊക്കെ പോകുന്ന സമയത്ത് പൂവുണ്ട് കേട്ടോ അതിനകത്ത്. പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിട്ടായിരിക്കും. ഇതേ കിടക്കണ കണ്ടില്ലേ? ഇതാണ് ചെമ്പകം. കുഞ്ഞാരെ കണ്ടിട്ടുണ്ടോ? പണ്ട് ഈ ആൻചെമ്മൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇതും കയ്യെ പിടിച്ചോണ്ടോ പോയിക്കൊണ്ടിരുന്നു. പിന്നെ സ്പ്രേ അടിക്കാണ്ട്. പിന്നെ ഇതെന്താ? ഇത് യമു അല്ലേ? യമു തോന്നുന്നു അല്ലേ? പക്ഷെ ഒന്നിനും തൂരേ ഇല്ലല്ലോ. അത് റിയ, യമു അല്ല. അല്ല, എല്ലാരും റെസ്റ്റിലാട്ടോ. ഫുഡ് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരിക്കും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ തൃശ്ശൂര് സ്കൂളിലേക്ക് വരുന്നത്? ഞാൻ ആദ്യമായിട്ടാ. അതാണ് നമുക്ക് ഇത് കണ്ടോ, റേയ അമേരിക്കാന, റിയ. പക്ഷെ ഒരു യമൂന്റെ ഒരു വർഗത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു അല്ലേ? നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായിട്ട്. പോയി നോക്കാം. റിയ, റിയേന്ന് വിളി. ഇതിന്റെ അകത്ത് കാണുന്നതാണ് കുഞ്ഞാറ്റെ മൂങ്ങ. നീ മൈക്ക് വെച്ച് മൂങ്ങ തേങ്ങാന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ അകത്ത് വീഡിയോയിൽ വന്ന് അങ്ങനെ വരും. ഞാനിവിടെ കഷ്ടപ്പെട്ട് പേരൊക്കെ വായിച്ച് കൃഷ്ണപ്പരുന്താന്നൊക്കെ പറയാൻ പറയുമ്പോ അവള് പറയാം മൈക്കിന്റെ കാര്യം മറന്നു. തേങ്ങയാണ് തേങ്ങ. അപ്പൊ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കൃഷ്ണപ്പരുന്തിനൊക്കെ നമുക്ക് എല്ലാരും അറിയാവുന്ന. നമുക്ക് എന്തെങ്കിലും ഇവിടെ എന്താ പറയാ, മഴ പെയ്തുകൊണ്ട് ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത്. ചേച്ചിയോടെ രാവിലെ അടിച്ചു വരുന്നുണ്ട്. എങ്ങനെ തൂവലുകൾ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല യമണ്ടൊക്കെ സാധനമാണല്ലോ. കൂമൻ അല്ലേ? പുള്ളിങ്ങനെ നോക്കിയിരിക്കും. ആരാണ് ഞങ്ങളെ വീഡിയോ എടുക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ്? ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇത് വലിപ്പമൊന്നും ഇത് പൊളി സാധനമാണല്ലോ. അത് പൂച്ചയാണല്ലോ അല്ലേ? ഞാൻ പുള്ളി തലയനക്കി. അതായത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്തയാളെ കാണാം. പുള്ളി ഒരു പരിഷ്കാരിയാണ്. അല്ലേ കുഞ്ഞാറ്റെ? അതെന്താ കുഞ്ഞാറ്റെ? മുള്ളിങ്ങ് വരുമോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ ആൻസി. ഈ സാധനത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. എവിടുന്ന്? നമ്മുടെ വീടിന്റെ അഴികൂടിയൊക്കെ ഓടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് മുള്ളു നോക്കില്ലേ? അല്ല, മുള്ളു ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മേ, ഞാനും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അമ്മേ, ഞാനില്ലേ ഫോണിൽ കണ്ടിട്ടുണ്ട്. ഫോണിൽ കണ്ടിട്ടുണ്ട്. മുല്ലമണി ഓടി ഇറക്കാനോ? കുഞ്ഞാറ്റെ ഹലോ പറയാൻ പോയേക്കാ കുറുക്കൻ്റെ അടുത്ത്. കുറുക്കൻ കുഞ്ഞാറ്റെ നമ്മള് UP-ന്ന് കണ്ട സാധനല്ലേ? പുള്ളി എന്തെങ്കിലും ഓടിക്കളിക്കണേ? കാത്തൂലുണ്ടല്ലോ. കാത്തു അല്ലല്ലോ, ഡോറയില് കുറുനരി. കുറുനരി മോട്ടിക്കല്ലേന്ന് പറ. ഇപ്പത്തേക്കൊക്കെ വേറെ ഉണ്ടോ? അങ്ങോട്ട് അടച്ചിട്ടേക്കും അല്ലെ. ആനിമൽസിന്റെ അടുത്തേക്ക് പോരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വാ, ഞങ്ങൾ പോവാണേ. എനിക്ക് കുഞ്ഞാറ്റെ അതെന്താ സാധനം? ഒട്ടകം പച്ചി. ഇത് ഒട്ടകം പച്ചിയാ. ഫോൺ എടുത്തപ്പോ നമ്മുടെ അടുത്തേക്ക് വരുന്നേ. എനിക്ക് എന്തൊക്കെയോ തിന്നണമെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇൻഷുർ ചെയ്ത് തന്നെ. നിങ്ങൾ വലിയ പശു വളർത്തലുകാരായിട്ട് ഇതൊന്നും അറിയില്ല. പിന്നെ ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളല്ലേ, ഇൻഷുർ ചെയ്യണ്ട. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തൂവലൊക്കെ പോയി. ശരിയാണല്ലോ, വെളുത്തിരിക്കാം. നടക്കുന്ന കാണാൻ നല്ല രസമല്ലേ? സ്ലോ മോഷനിലുള്ള നടക്കും. അപ്പൊ എടുക്കൂല, പേടിയാണോ? കുഞ്ഞാറ്റങ്ങനെ തൂവല് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കരയാണ്. തൂവലില്ല, അതിന് തൂവലൊക്കെ പോയി, കൊഴിഞ്ഞു പോയതാന്ന് തോന്നുന്നു. ഇപ്പുറത്ത് വേറൊരു കൂടുണ്ടല്ലോ. ഓ, മാനാട്ടോ. മാനാട്ടോ? അതെന്ത് ടോയാ? അല്ല, മാനാണ്. പക്ഷേ മാന്
കാണാൻ പറ്റത്തില്ല. അത് സൈഡായിട്ടിരിക്കുന്ന മഴയൊക്കെ അല്ലേ. ഇതെന്താ കുഞ്ഞാറ്റേ? മാൻ. ഇത് അടുത്തടുത്തടുത്തുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നോക്കി നിൽക്കുക നമ്മളെയൊക്കെ. കണ്ടോ കുഞ്ഞാറ്റേ? മാൻ. എല്ലാരും നമ്മുടെ അടുത്തേക്ക് വന്നത് അറിയോ? ഫുഡിന് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ. ഇതിനൊക്കെ പുല്ലാന്ന് തോന്നുന്നു. ഫുഡിന്റെ ടൈം ആയതാ. അല്ല, ക്ലീനിങ്ങിന്റെ ടൈമാന്ന് തോന്നുന്നു. ഉള്ളില് ആരും ഉണ്ട്, ഒരു ചേട്ടനുണ്ട് ക്ലീൻ ചെയ്യുന്നത്. ഇതുണ്ടോ ഇവിടെ തന്നെ ഉള്ള പ്ലാവിനും പ്ലാവിനൊക്കെയുള്ള മാനിനൊക്കെയുള്ള ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വെട്ടിയതായിരിക്കും. ഇതുണ്ടോ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖത്തിൽ കിടക്കുക. ഇത് സ്റ്റെപ്പ് നോക്കിയില്ലെങ്കിൽ ഞാനിപ്പം പ്ലാവായി നിലത്ത് കിടന്നേനെ. അല്ല വലുതായല്ല, പ്രായമുള്ളത് നിങ്ങളാന്ന് തോന്നുന്നു അല്ലേ? 15 വർഷം വരെ ജീവിക്കും നിങ്ങൾ. ആ, അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. ഇവിടെ നമ്മൾ നല്ല നല്ല കാണുന്നുണ്ട് നന്നായിട്ട്. ഇവിടെ താഴെ ഓട്ടയുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് ചാടും. അല്ലെങ്കിൽ ഇതുങ്ങൾക്ക് ചാടാനുള്ള ഇതുള്ളതാന്ന് തോന്നുന്നു. പറ്റുന്നങ്ങളല്ലേ, മാനും ഇങ്ങനത്തെ ചാടുമല്ലോ. നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാര് ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടോ. എന്താണ് കുഞ്ഞാറ്റ നമ്മൾ കാണാൻ പോണേ? ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ ഉണ്ടാവും, നോക്കാം. ഇല്ലല്ലോ, അപ്പുറത്താണുള്ളത്. വെള്ളത്തിൽ മുങ്ങി കിടക്കുക കേട്ടോ. പൊന്തിയിട്ടില്ല, പൊന്തിയിട്ടുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എത്ര മണിക്കൂർ ഇങ്ങനെ കിടക്കും? പക്ഷെ എന്നാലേ എത്ര നേരം ഇങ്ങനെ ശ്വാസം മുട്ടില്ലേ നിങ്ങൾക്ക്? ശ്വാസം മുട്ടുമ്പോ പൊന്തി വരൂലേ? അതുവരെ വെയിറ്റ് ചെയ്യണോ? പൊന്തി വരുമോന്ന് ഒന്ന് നോങ്ങാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുക. പക്ഷെ അതുകൊണ്ട് അത് എണീക്കുന്നുമില്ല. അവർ ശ്വാസം വിടാൻ വേണ്ടി മാത്രം എണീറ്റുന്നുണ്ട്. ശ്വാസം വിട്ടിട്ട് അവർ അവിടെ കിടന്നു കേട്ടോ. അവരിപ്പോ ഒന്നും എണീക്കുന്ന ലക്ഷണമില്ല. ഫുഡൊന്നും കഴിക്കണ്ടാവോ? കഴിക്കണല്ലേ. നമ്മൾ ഈ മണ്ണോട്ട് കൂടെ തന്നെ തിരിച്ചു പോണേ. അപ്പം പോവാ. ഇതെന്താ? ഇതാണ് നാഗലിംഗ മരം. ഓഹോ, പൂ എങ്ങനെയുണ്ട്? പൂ കാണാൻ അടിപൊളിയായിട്ട്. പൂ മാത്രമല്ല അതിന്റെ കായും ഉണ്ട്, മുത്തങ്ങ പോലെ. പക്ഷെ അതിങ്ങനെ നിറച്ചും കിടക്കുക. സപ്പോർട്ടൊക്കെ പോലെ പക്ഷെ തിന്നാൻ ചിലപ്പോൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമായിരിക്കും. വീണും പൊട്ടി വീണ് പോയിട്ടുണ്ട്. തിന്നാൻ പറ്റുന്ന സാധനമായിരിക്കും. വല്ല വിഷമായിരിക്കും. ഇതിലും മുതലാണ് കേട്ടോ. അതെ, ചേച്ചിമാര് വിളിക്കുകയാണ്. അതിന്റെ പേര് സുന്ദരൻ. നല്ല പേര്. പക്ഷെ ആളെ കാണുന്നില്ല, ചേച്ചി വിളിച്ചപ്പോ വരുന്നുണ്ട്. ചേച്ചി വിളിച്ചപ്പോ ചേച്ചിമാര് ഇവിടെ ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങോട്ട് നീങ്ങി വരും കേട്ടോ. കൊള്ളാം. മുതലേക്ക് ഒരു അനുസരണം ഉണ്ട്, നമ്മളെ പോലെ ഇല്ല. ഫുഡ് കഴിച്ചതല്ലോ, അതാണ് പിന്നെ ഇങ്ങോട്ട് വരാത്തത്. മേള് വരും അല്ലേ? ഇല്ലേ, അങ്ങോട്ടൊന്നും പോയി നോക്കാൻ പാടില്ല, ഇവിടെ നിന്നാ മതി. പൊന്തി വന്നു കണ്ടോ? കുഞ്ഞാറ്റം വിളിച്ചോ സുന്ദരനെ. സുന്ദരൻ എന്താ അനുസരണയല്ലേ? വിളിക്കും കുഞ്ഞാറ്റെ, വിളി. എവിടെയും വെള്ളം ഇളകുന്നുണ്ടല്ലോ. ഇനിയുണ്ടോ? കിടക്കുന്നുണ്ടോ? അത് വല്ലാത്തൊരു സംഭവം പോലെ, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആ ചേച്ചിമാര് സുന്ദരാന്ന് വിളിച്ചത് വേണ്ടല്ലായിരുന്നു. അതുവരെ അങ്ങനെ ആളവിടെ ഇല്ലായിട്ട് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ വിചാരിച്ച ഏതെങ്കിലും ചുമ്മാ വെള്ളം അവിടെ കിടക്കുന്നതായിരിക്കും. ഓടി ചാടി വന്ന് സുന്ദരൻ നല്ല സുന്ദരൻ. നല്ല രസമാട്ടോ അതിന്റെ ഉള്ളിൽ കൂടി. ഇത് വീണതാ, പക്ഷെ സംഭവം നോക്ക്, ഇതിന്റെ ഉള്ളിൽ കൂടി നല്ലൊരു അല്ലേ? ഇവിടെ ഒരു താങ്ങ് കൊടുത്ത് നിർത്തിയേക്കാ. വേഗം പോയത് താങ്ങണ്ട, തലേ താങ്ങ. അത് പുള്ളിമാനെ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന ഇത് ഫുള്ള് പുള്ളിമാനാട്ടോ.
ആ മൂലയിൽ നനങ്ങുന്നില്ല. എന്ത് സാധനങ്ങളല്ലേ, മുതലക്കില്ല ഇത്ര അഹങ്കാരം. സുന്ദരൻ വിളിച്ചപ്പോ തന്നെ ഓടി വന്നു. നല്ല സുന്ദരനായി. ഇത് കണ്ടോ, 2 പീരങ്കി ഇരിപ്പുണ്ട് ഇവിടെ, പഴയ പീരങ്കി. പിന്നെ ഇതെന്താണെന്നറിയോ, ഇതിലിങ്ങനെ കൊണ്ടിടും, എന്നിട്ട് ഉപയോഗിച്ച് തീ കത്തിക്കുമ്പോൾ ഇങ്ങനെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനമാണ്. ഇതെന്താ ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചു വന്ന ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. കടുവയൊന്നും ഇല്ലേ? കടുവ എവിടെയാണ് സംഭവം അറിയത്തില്ല. ഇനി ഇവരെ വല്ല സ്റ്റാഫുകളോട് ചോദിച്ചു നോക്കി അറിയാം. ഈ സാധനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പോയി നോക്കാം. അതെ, എനിക്ക് അവിടെ കണ്ടേ കടുവേന്റെയും പുലിന്റെയും ഒക്കെ ഒരു പടം കണ്ട്. ആളുടെ ഒന്നും അറിയില്ല, പോയി നോക്കാം നമുക്ക്. വയനാട്ടുകാരനാണോ എന്താന്നൊന്നും അറിയില്ല കേട്ടോ. ഒരുത്തനത് അവിടെ ഉണ്ട്, ഈ കൂട്ടിലുണ്ടേ. അല്ല, വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതല്ല തോന്നുന്നു. അയ്യേ, മൂത്ര വെച്ച് മുഖത്ത് നോക്കി ഇത്രയും പരിപാടിയൊക്കെ ചെയ്യാം. അങ്ങോട്ടേക്കൊന്ന് പോയാണ്ടല്ലോ തീർന്ന്. ഇതിന്റെ ഉള്ളിലല്ല കടുവ തന്നെയാ. കാണുന്നുണ്ടോ? ആ അതല്ലേ, അപ്പുറത്തെ സൈഡിൽ കൂടെ പോവാ, കറക്റ്റ് കാണാം. നമ്മളെ കണ്ട് വാ പൊളിച്ച് കാണിക്കുന്നു. നമ്മളെ കണ്ട് വാ പൊളിക്കുന്നതിന്റെ അർത്ഥം എന്താ അറിയോ? എന്റെ ഈ ഒരു വായിക്കുള്ളത് ഇല്ലെന്നാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ പുള്ളി അങ്ങോട്ട് പോയി. ഒന്നുകൂടെ വരല്ലോ. ഇതുണ്ടോ, കിട്ടുന്ന വരവ് കണ്ടോ? ഒന്ന് പോയടാ. അതെ അതെ അതെ. ഞങ്ങൾക്കൊരു ചേട്ടനെ ഇവിടുന്ന് കിട്ടിയേ. ചേട്ടൻ ഞങ്ങൾക്ക് വയനാട്ടുകാരനെ കാണിച്ചു തരാൻ വേണ്ടി. ഇതും വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മളെ മെയിൻ ആ ചേട്ടനെ കൊന്നിട്ട് കൊണ്ടുവന്നത്. ഓ, ഞങ്ങളെ നോക്കി മുരുമുരുത്ത് കാണിച്ചിട്ട് കേട്ടോ. ഇതും പിന്നെ ഞങ്ങൾ ഈ കണ്ടതുമാണ് വയനാട്ടുകാരൻ കേട്ടോ. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, വയനാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരെ ഞങ്ങളിവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു നാട്ടുകാരനാണ്. ഒരു നാട്ടുകാരനെ കൊന്നിട്ട് വന്ന് കിടക്കുക കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് തന്നെയായിരുന്നു. അത് ഇതിന്റെ ഉള്ളിലുള്ളത്, അത് മെരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോഴും. അപ്പം ഞങ്ങൾ തേടി വന്ന ആള് ശരിക്കും ഇവിടെ ഇല്ല കേട്ടോ. ആ ആള് വേറെ ഒരു സൂലേക്ക് കൊണ്ടുപോയി. കാരണം ഇവിടെ സൗകര്യം കുറവാണ്. ഇവിടെ ഓൾറെഡി 5 എണ്ണം ഉണ്ട്. അത് വയനാട്ടുകാരാണ്. ഞങ്ങക്ക് പിന്നെ വയനാട്ടില് ഞങ്ങളിപ്പോ വയനാട്ടിന്റെ ഒരു ദേശീയ മൃഗമായിട്ട് കടുവേനെ ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരും. അതാണ് ഞങ്ങളുടെ അവസ്ഥ. കുറേ എണ്ണുണ്ട് കേട്ടോ. ഇവിടെ ഒരു സിംഹം ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റില്ല, ചൂടിലായിട്ട് കിടക്കുക. ഇനി നമ്മൾ പുലിനെ കാണിക്കാം. പുള്ളിപ്പുലിനെ കണ്ടോ? പുള്ളിപ്പുലി. പുള്ളി അതുപോലെ തന്നെ ഇതിനെല്ലാം ഒന്നും ക്ലിയർ ആവത്തില്ല. ഇങ്ങനെ നടക്കുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് കാണാം. അതായത് വേറെ പ്രശ്നം എന്താ അറിയോ? അതായത് നമുക്ക് ഫോണിൽ കാണാൻ പറ്റില്ല. ഞങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ ക്ലിയർ ആവുന്നുണ്ട്. ഫോണിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പുറത്ത് നല്ല പ്രായമുള്ളതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചാൽ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആണ്. അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ. അയ്യോ, ഇത് ഗർഭിണിയാണോ? ഓ, കൊച്ചു കള്ളി. ഗർഭിണി ആവുമ്പോ വയറും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോ ഒരു സഹതാപം. പക്ഷെ മുന്നോട്ട് പോയാൽ സഹതാപം ഉണ്ടാവില്ലല്ലോ അല്ലെ. എന്താ, ഇതിന് എത്ര വയസ്സുണ്ട് നോക്കട്ടെ. ആ കാക്കേനോടാണ് കേട്ടോ. കാക്കേന് ഗർഭിണിയാണെങ്കിൽ അവിടുന്ന് ഇവിടെ വരെ നടന്നു വന്നു. അവിടെ പോയി കിടന്ന ക്ഷീണല്ലേ. അധികം ദിവസം ഇല്ലാന്ന് തോന്നുന്നില്ലേ, പെട്ടെന്ന് പ്രസവിക്കാൻ തോന്നുന്നു. ശരിക്കും നമുക്ക് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ ആ കൂട്ടിലുള്ള 2 കടുവകളെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അത് മെരുങ്ങാത്ത 2 കടുവകളെയാണ് നമ്മൾ അവിടെ ഇപ്പം ഇട്ടിരിക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നെ. അതുകൊണ്ട് ഇവിടെയും ക്ലോസ് ചെയ്തേക്കുക. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരു ഡോർ ഉണ്ടായിരുന്നു, അതും ക്ലോസ് ചെയ്തേക്കുവാണ് കേട്ടോ. അതിന് പ്രായവും കൂടുതലുണ്ട് കാണാം, പക്ഷെ നമുക്ക് കാണിച്ചു തരില്ല അവര്. വേണ്ട മങ്കി. ഇതെന്താ ഞാനെ പേൻ നോക്കണോ? അല്ല പിന്നെ എന്താ രണ്ടിങ്ങനെ ഭാര്യയും ഭർത്താവും തോന്നുന്നു. പേനുണ്ടോ? എങ്ങനെ പേൻ നോക്കുക? പേൻ നോക്കുമ്പോ കുഞ്ഞാരേക്ക് പേൻ നോപ്പിക്കണോ? കുഞ്ഞാരയുടെ കയ്യിലുള്ള പേൻ നോക്കണോ? വേണ്ട. അപ്പനും മോളും കൂടെ എങ്ങോട്ടാ? പുഷ്പന്റെ രക്തചന്ദനം. ഓ, രക്തചന്ദനം അത്യാവശ്യം വലിയ മരമാണല്ലോ. പുഷ്പ അറിയില്ല, പുഷ്പ കൊണ്ടുപോകും. കണ്ടിക്കല്ലേ. ഇവിടെ എന്താ? ഇതിലെന്താ?
ഇതിലും ചീങ്ങണി തന്നെയാ. ഇതിന്റെ പേരെന്തായിരിക്കും? സുന്ദരനോ സുന്ദരി ആയിരിക്കും? അറിയില്ല, കാണുന്നില്ലല്ലോ. കാണാൻ പറ്റില്ല, കിടക്കണുണ്ട് അവിടെ. വെയിറ്റ് അടിക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ദേശീയ പക്ഷീനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങള്. പീക്കോക്ക്. എന്താ ഞാൻ്റെ പീക്കോക്ക് നല്ല പീലിയൊക്കെ വിടർത്തി ആടെ നിൽക്കുന്നു. ഇങ്ങോട്ട് തിരിയായിരുന്നു കാണാമായിരുന്നു. ഇങ്ങോട്ട് തിരിയുന്നില്ലല്ലോ. അപ്പുറത്തുണ്ടോ? അത് ഇങ്ങോട്ട് തിരിയുന്നുണ്ടേ. നമുക്ക് പോയി നോക്കാം. വാവ്, സൂപ്പർ. പക്ഷെ അത് ഇവിടെ അങ്ങോട്ട് ക്ലിയർ ആവില്ല, കറങ്ങിപ്പോയി. അതെന്താ ചിറകൊക്കെ ഒട്ടടിക്കുന്നത്? ഇതൊക്കെ ഇത് പൊളിച്ച് ഇങ്ങോട്ട് നോക്കി കാണാം. അത് തന്നെ ഭംഗി. ഞങ്ങളെ കാണിക്കാനല്ലേ നിങ്ങൾ ഇവിടെ എത്തിക്കുന്നേ? നിങ്ങൾ ഞങ്ങളെ നോക്കണ്ടേന്ന്. അതായത് ഞാൻ ഇവിടുന്ന് ഓടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. മറ്റുള്ളവരെയൊക്കെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന പോലെ. സൂപ്പർ. ശരിക്കും ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് സൂപ്പറായിട്ടുണ്ട്. എന്ത് മനോഹരമായ ശബ്ദം. അയ്യോടാ, അതിന്റെ ഇടയിലൊരു കുഞ്ഞു താറാവുണ്ട്. ഇത് വെള്ളം കുടിച്ചോണ്ടിരിക്കും. താറാവ് പോലത്തെ ഉണ്ട്, ചെറുതിലേ. ഒരെണ്ണം ഉള്ളൂ. നടക്കുന്നുണ്ട്. പോവാം. അങ്ങനെ ഞങ്ങള് സൂന്ന് വല്ല പുറത്തേക്ക് ഇറങ്ങുകയാണ്. ലക്ഷ്യം നിറവേറിയെന്നല്ല, ഞങ്ങളങ്ങനെ അതിവിടെ മെരിങ്ങിയോ എന്തൊക്കെയാണെന്നൊക്കെ അറിയണമെന്ന് ഞങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് വേണ്ടി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കാരണം ചുമ്മാ ഞങ്ങൾ അതിനെ കാണാനുള്ള ക്യൂരിയോസിറ്റി കാണിക്കുന്നതെന്നാണ് ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതല്ലേ. അപ്പം ഇനി ജസ്റ്റ് കാണണം എന്നൊരു ചിന്ത. ഇതിവിടെ സൂല് എന്തായി അപ്പം നോക്കിയപ്പോൾ ഫുള്ള് വയനാട്ടുകാരാണ്. ഞങ്ങളുടെ വയനാട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന്. ഇവിടെ ആൾക്കാരെ തിങ്ങിയിട്ട് ഇപ്പോൾ പുറത്തോട്ടൊക്കെ അയച്ചു തുടങ്ങി. വന്ന് കൊണ്ടുവന്ന് ശരിക്കും ആ ചേട്ടനെ കൊന്നിട്ട് കൊണ്ടുവന്നതിനെ ഇവിടുന്ന് മാറ്റി വേറൊരു സൂലേക്ക് മാറ്റി. പ്രായം മെരുങ്ങാൻ പാടാം. അതുപോലെ തന്നെ ആ ബേക്കിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നതും വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനും പ്രായമുണ്ട്. അതും മെരുങ്ങാൻ പാടായതുകൊണ്ടാണ് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവരും വരുമ്പോൾ സൂവും കാര്യങ്ങളൊക്കെ കാണിക്കുക, പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കുക. അയ്യോ ഞാനില്ല. സൈഡിൽ നല്ല വളഞ്ഞു കുത്തി കിടക്കുന്നുണ്ട്. മഴയല്ലേ, തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഈ സൈഡിലേക്ക് കിടക്കുന്ന കുറച്ചും കൂടെ ക്ലിയർ ആവായിരുന്നു. പക്ഷെ തലയൊക്കെ ഇങ്ങനെ മേളിലേക്കൊക്കെ വെച്ച് വിരിയിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ. തൃശ്ശൂർ സൂ ആമയാട്ടോ. കുഞ്ഞാൻ്റെ കുഞ്ഞമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. കുഞ്ഞമ്മയല്ല കുഞ്ഞാൻ്റെ ആമയാണത്. കുഞ്ഞാമ. ഓ കടിച്ചോണ്ട് പോകും. ഇവിടെയൊക്കെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ക്ലിയർ ആവില്ല, ഇരുട്ടാണ് കേട്ടോ. എവിടെയാണോ എന്ത് കാണില്ല. ഈ ബാക്കി കാണുന്ന കൂടുകളിലെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വെട്ടമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഒരാൾ മാത്രം കുറച്ച് ക്ലിയർ ആയിട്ട് കാണാം. പാത്രം നേരം തെറ്റിദ്ധരിക്കരുത്. ഇതേ അപ്പുറത്തും ഉണ്ട്. ഇല്ല, ഇവിടെ ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ടോ? കുറച്ചൊക്കെ കാണാം. കമ്പംകൃഷ്ണ ആരും തെറ്റിദ്ധരിക്കരുത്. തൂങ്ങി കിടക്കുക. കുറച്ചൊക്കെ ക്ലിയർ ആവും, കുറച്ചൊന്നും ക്ലിയർ ആവില്ല. പിന്നെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് എത്തിയേ. കാറ്റിച്ചിരി കുറവാന്ന് തോന്നുന്നു. അടുത്തേക്ക് പോവാം. അമ്മ എഴുതാ, കൊച്ചു വായിക്കണേ. എനിക്ക് ജസ്റ്റ് നീ വായിച്ചേ. വായിക്കി കണ്ടോ, കൊച്ചിന് റബ്ബറൊക്കെ കിട്ടി. അതിന്റെ കൂടെ സൂപ്പർ സാധനം അല്ലേ? നോക്കിയേ കുഞ്ഞാറ്റെ, സൂപ്പറാ. കൊച്ചിനെ നമുക്ക് പഠിപ്പിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പോവാൻ. അപ്പൊ നമ്മൾ തൃശ്ശൂർ റൂട്ടിലാണല്ലോ പോകണ്ടേ. അപ്പൊ നമുക്ക് ഫാസ്റ്റാഗ് എടുക്കണമായിരുന്നു. ഫാസ്റ്റാഗ് നമ്മൾ ഇവിടെ സൈഡിൽ നിന്നാണ് എടുത്തേക്കാം. ഫാസ്റ്റാഗ് എടുത്തു. നമ്മുടെ പഴയ നാനോയ്ക്ക് ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിട്ട് ഇതിലാണ് ചെയ്തത്. അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മാത്രമാണ് കയറുള്ളായിരുന്നു കേട്ടോ. അതിൽ 2000 സംതിങ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ചേട്ടൻ പറഞ്ഞു തന്നു, നമ്മൾ അതുപോലെ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് പോവാം. എത്ര രൂപയായിട്ട് ഫാസ്റ്റാഗിന്? 800 രൂപ. പക്ഷേ അതിൽ 400 രൂപ ഉണ്ട്. അതായത് 300 രൂപ നമുക്ക് യൂസ് ചെയ്യാം. 100 രൂപ ഡെപ്പോസിറ്റും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ 300 100 ലാസ്റ്റ് ആയെന്ന് വിചാരിച്ചു. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഒരു 10 20 ഒക്കെ ഉള്ള ടോൾ വരുവാന്ന് വിചാരിച്ചോ. ആ 100 നിന്ന് എടുത്തോളൂ. പിന്നെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ആ 100ലേക്ക് ആകും. പക്ഷെ ഞാൻ അന്ന് ബത്തേരി ഒരു കടയിൽ നിന്ന് എടുത്തതിന് എത്ര എൻ്റെ അടുത്ത് മേടിച്ചാന്നറിയാം? 1000 രൂപ.
എന്നിട്ട് അതിൽ 200 രൂപ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ പോലുള്ളവരൊക്കെ എടുക്കുകയാണെന്നാണ് കറക്റ്റ്. പക്ഷെ നമ്മള് ബാങ്ക് വഴി ഓൺലൈനായിട്ട് നമ്മൾ ബാങ്ക് വഴി എടുക്കുകയാണെങ്കിൽ 100-300 രൂപയ്ക്ക് സാധനം കിട്ടും. അതാണ് അതിന്റെ വേറെ പ്രത്യേകത. ഇത് പിന്നെ ഇവര് ഇരിക്കുന്നതിനുള്ള ഒരു ശമ്പളം കൂടി ഇവർക്ക് കൊടുക്കണ്ടേ. അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റം. ഞാൻ ഒന്ന് കിടന്ന് മയങ്ങിട്ടോ. ആശാൻ ഇങ്ങനെ സ്പീഡിൽ വിട്ടോണ്ടിരിക്കുക. സമയം 2 മണിയാവാൻ പോയി. 2 മണിയാകാൻ പോയതേ ഉള്ളൂ. 2 മണി ആവുന്നു. 2 മണിയാവുന്നുള്ളൂ. അപ്പൊ ചോറ് വല്ലതും വേണ്ടേ? എല്ലാ കട്ടൻ ചായയെങ്കിലും ഒന്ന് ഉണ്ടാക്കിത്താ. ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ എവിടെ നിർത്തും, അങ്ങനെ പരിപാടി ഒന്നും ഇല്ല. ഓ, ഞാനൊന്നും മയങ്ങിപ്പോയി. സമയം ഞാൻ നോക്കിയില്ല. ഇങ്ങനെ വിട്ടുപോയി. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ക്ഷീണം കേട്ടോ. ഉറക്കം വന്നിട്ട് പോയിരുന്നു. ഞാൻ നന്നായി കിടന്നുറങ്ങി. ഞാൻ നടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? കണ്ണൊക്കെ കുളിക്കണതിന്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാവേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വണ്ടി കയറിട്ടോ. ഫുഡ് കഴിക്കുന്നത് കാണിക്കാത്തത് എന്താന്ന് ഇനി എല്ലാവരും ചോദിക്കും. അതിനുള്ള റീസൺ പറയാം. കാരണം ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് അത് കാണിച്ച് പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ കയറി കഴിക്കുന്നതിന് വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയത് കാരണം ചേട്ടായി വണ്ടി നിർത്തിയില്ല. ഞാൻ ഉറങ്ങാം. 2-3 ദിവസമായിട്ട് നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ക്ഷീണം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങി. ചേട്ടാ എന്ത് ചെയ്തു? വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. എന്നെ വിളിച്ചില്ല. ക്ഷീണമല്ലേ കിടന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുക്കിംഗ് കാണിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ പേഴ്സണലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് പോകുന്നതാണ് താല്പര്യം. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഇനി കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിഞ്ഞേ, പക്ഷെ പെരും മഴ, ഒരു രക്ഷയില്ല. അമ്മാതിരി മഴ. അപ്പൊ നല്ല മഴ. ഇന്ന് മഴ കുറവായിരുന്നല്ലേ. അപ്പൊ ഞങ്ങള് പറയുകയും ചെയ്തു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു മഴ ഇല്ലാന്ന്. ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു സുഖത്തിൽ ഇനി ഞങ്ങൾ പോവാം. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നാറിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്തു. ചുരം നേരിമംഗലം. അടിപൊളി റൂട്ടാണ്, ഒന്നും പറയാനില്ല കേട്ടോ. കാരണം അങ്ങോട്ടൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിപ്പോൾ മരങ്ങളാണ്. അല്ലാത്ത സമയത്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന നല്ല പാറയിൽ കൂടി നല്ല വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാറ്റ്, നല്ല തണുപ്പും. അവിടെ നല്ല തണുപ്പായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നേ. നേരിമംഗലം ഫോറസ്റ്റാ. നല്ല മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. നമ്മളൊരു പാലത്തിന്റെ പൊക്കത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇത് പെരിയാർ റിവറിന്റെ പൊക്കത്തെ കൂടിയുള്ളൊരു പാലാണ്. ഇനി വേറൊരു പാലത്തിന്റെ പണി ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു വൺ സൈഡ് വണ്ടികൾ മാത്രമാണ് പോകുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരില്ല. ഇത് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി കാടാണ്. വലിയ കാടാ. നേരിമംഗലം. അതുകൊണ്ട് ആ സൈഡിലൊക്കെ ഓപ്പോസിറ്റൊക്കെ നമ്മൾ വെള്ളം ഒഴുകുന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. കൊള്ളാം. വെള്ളം ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല വെള്ളമുണ്ടേ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ മഴയത്ത് വെള്ളം ഉണ്ടാവില്ല അല്ലേ. മൂന്നാറെത്തും. ഇന്നെങ്കിലും നമ്മൾ മൂന്നാറെത്തും. 3 ദിവസമായി മൂന്നാറെത്തും. ഇന്ന് മൂന്നാറെത്തും. മൂന്നാറെത്തും. ചുരം കയറി കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. കണ്ടോ ഞാൻ വെള്ളച്ചാട്ടം? നല്ല ഭംഗിയുണ്ട്. മേളിൽ ഇങ്ങനെ ചാടി ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗി. കൊള്ളാം. നമ്മൾ നല്ല കാട്ടിലാട്ടോ. ഇപ്പം റോഡ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. റോഡൊക്കെ കുറച്ചും കൂടെ വലുതാക്കുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വീഴുന്നുണ്ട്. നല്ല മരങ്ങൾ വീണതായിരിക്കില്ല, മുറിച്ചതായിരിക്കും കേട്ടോ. ഇതൊക്കെ വീണതാട്ടോ. അപ്പൊ നമ്മളങ്ങനെ പോണ വഴിക്ക് ഇറങ്ങിയതാട്ടോ. ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. എൻ്റെ പൊന്ന്, ഇത് കൊള്ളാല്ലേ. ഇത് ഇന്നലെ നമ്മൾ കണ്ട വെള്ളച്ചാട്ടം പോലെ അല്ല കേട്ടോ. ഇത് അതിലും വലിയ വെള്ളച്ചാട്ടമാണ്. കൊള്ളാം. കുഞ്ഞാറ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്കിനി ആ ഒഴുകുന്ന വെള്ളം താഴേക്ക് പോകുന്നും കൂടി ഒന്ന് കാണാം കേട്ടോ. കുഞ്ഞാറ്റ് വരുന്നില്ല. ഐസ്ക്രീമോ? ഐസ്ക്രീം ഒന്നും മേടിക്കാൻ പറ്റില്ല, പനി പിടിക്കും. ഇത് കണ്ടോ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ താഴെ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളേക്ക് നോക്കിയേ, അതായാലും പൊളിയായി.
എന്തായാലും നമുക്ക് വല്ല പോകട്ടോ, രാത്രി ആവുന്നു. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ ഇറങ്ങണമെന്നില്ല, അവൾക്ക് ഐസ്ക്രീം വേണേന്ന് പറഞ്ഞ് കച്ചറ. ഈ മഴയത്ത് എങ്ങനെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം? കച്ചറ തീർന്നു നോട്ടെ. ഇതൊന്നും തുറക്ക്. കുഞ്ഞാറ്റേ, ഐസ്ക്രീം മേടിച്ചാലേ വേറെ എന്ത് വേണം മേടിച്ചാലാ? എന്താ വേണ്ടേ? വീട്ടിലേക്ക് പോവാം കുഞ്ഞാറ്റെ. അതിലെന്താ വേണ്ട? ഉപ്പിലിട്ട് എന്തെങ്കിലും വേണോ? ഉപ്പിലിട്ടത് വേണോ? രക്ഷയില്ല, സമ്മതിക്കുന്നില്ല കേട്ടോ. എന്താ വേണ്ടേ? അപ്പോൾ അതേ വളരെ വാട്ടർഫാൾസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വാട്ടർഫാൾസ് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ഫുള്ള് കോട മൂടി കിടക്കുന്നുണ്ടോ എൻ്റെ പൊന്നെ. അതുമൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് ഇങ്ങനെ പോവാത്തൊരു റൂട്ടാട്ടോ. ഇതെന്തായാലും മുതലായി. ഓ, വെള്ളം പോണു നോക്ക്. എൻ്റെ പൊന്നെ, ഇതൊരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. ഇത് വല്ലാത്ത വ്യൂ തന്നെ. ആ ടീമിൻ്റെ കച്ചറ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ പ്രയാണം നിർത്തി കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ഇതാ ബേക്കിൽ ഞാനും നടക്കുന്നുണ്ടോ. നമ്മുടെ സെയിം വണ്ടിയാണ്, കളർ മാത്രം മാറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിനി നേരെ റൂമിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇടൂ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ലൊരു ക്ലാസ്. കൊള്ളാം. ക്ലാസ് റൂം. ബാത്റൂം ഓപ്പൺ ചെയ്യണം, കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. തുണി ചൂടുവെള്ളത്തിൽ കുളിക്കാം. ആഹാ, ഇവിടെ എന്തത്? ഇവിടെ ഗാനമേളയൊക്കെ തുടങ്ങിയോ? ഓ, സോപ്പുണ്ട്, വെള്ളമുണ്ട്, ടർക്കി ഉണ്ട്. കൈ നിലത്തിൽ ടർക്കി ഇല്ല, സോപ്പും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഒക്കെ ഞങ്ങൾ തന്നെ എടുക്കായിട്ട്. കൊള്ളാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചു. കൊച്ചിന്റെ വാശിയൊക്കെ തീർന്നു. ഞങ്ങള് വീട്ടിൽ കൊണ്ടുവിടാന്നുള്ള തീരുമാനം എടുത്തപ്പോ പെട്ടെന്ന് ഞങ്ങൾക്ക് ചുമ്മാ കാണുന്ന സാധനങ്ങളെല്ലാം വേണം. ഓരോ അത് പക്ഷേ വേറെ കാര്യം, നമ്മള് ഈ ഉപ്പിലിട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കുഴപ്പമില്ല. ഐസ്ക്രീം വേണം. ഈ മഴയത്ത് ഐസ്ക്രീം മേടിച്ചാലുള്ള സ്ഥിതി. എന്തിനാണ് കച്ചറ ഉണ്ടാക്കി ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ റീസൺ പറയുന്നത്. എന്തിനുള്ള സാധനത്തിന് വേണ്ടിട്ടാ? ഞങ്ങൾക്ക് റീൽസ് കാണുന്ന സ്വഭാവം ഉണ്ടേ. റീൽസിൽ ഓരോ സിസ്റ്റങ്ങൾ കിട്ടും, അതൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ള, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ടാറ്റ പറഞ്ഞിട്ട് ഞാൻ ടാറ്റ.